ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും പരസ്പരം മിഥ്യാധാരണകൾ പരത്തുന്നത് തുടക്കം മുതലേ നാം കണ്ടതാണ്. വോട്ട് നേടുക എന്ന ലക്ഷ്യത്തിനായി ഇരുവരും കലഹിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ഒരു വിദ്വേഷ പ്രചരണവുമായി വന്നിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം മുസ്ലിം വോട്ടർമാരുടെ അടിമകളായി തുടരുകയാണെന്നും അവരെ പ്രീതിപ്പെടുത്താൻ മുസ്ര നൃത്തം ആടുകയാണെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മതഭിന്നിപ്പിലൂടെ എന്താണ് മോദി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യമായിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യ സഖ്യം മുസ്ര നൃത്തക്കാരെന്ന് മോദിജി ഇപ്പോൾ പറയുന്നു. തന്നെ ദൈവം നല്ലത് ചെയ്യിക്കുന്നതിനായി ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞ മോദി ഹിന്ദുക്കളുടെ ദൈവമാണോ മറ്റു മതക്കാരുടെ ദൈവമാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന് നേരെയാണ് മോദി ആയുധം ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യം മുസ്ലിം വോട്ടർമാരുടെ അടിമകളായി തുടരുകയാണെന്നും അവരെ പ്രീതിപ്പെടുത്താൻ മുസ്ര നൃത്തം ആടുകയാണെന്നുമാണ് മോദി ആരോപിച്ചിരിക്കുന്നത്. മുസ്ര നൃത്ത പരാമർശത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനമന്ത്രിയും ഉപയോഗിക്കാത്ത വാക്കുകളെടുത്താണ് മോദി പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കുന്നതെന്ന് അവർ പറഞ്ഞു. താൻ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പ്രതിനിധിയാണെന്ന കാര്യം അദ്ദേഹം പല തവണകളായി മറക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മനോനില പരിശോധിക്കണമെന്നും അമിത്ഷായും ജെ.പി. നദ്ദയും അദ്ദേഹത്തെ ഉടൻ ചികിത്സയ്ക്ക് അയക്കണമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പരിഹസിച്ചു രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നരേന്ദ്രമോദിക്കെതിരെ ഇത്തരം പരിഹാസങ്ങൾ പറയുന്ന ഈ നേതാക്കൾ വിഡ്ഢിത്തരം പറയുന്നതിൽ ഒട്ടും പുറകിലല്ല. പലപ്പോഴും പാകിസ്ഥാൻ അനുകൂല സന്ദേശങ്ങൾ പറയുന്നതാണ് കോൺഗ്രസിലെ നേതാക്കളുടെ സ്ഥിരം പരിപാടി. അഗ്നിപഥ് റദ്ദാക്കുമെന്നുമൊക്കെയുള്ള പല പ്രചരണങ്ങളും നടത്തിയിരുന്നു. അവിടെ നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുൽ വേറെ ഒന്ന് പറയും. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ട് കണ്ടുവന്നത്. വീമ്പളക്കലിലും പരിഹസിക്കുന്നതിലും രാഹുലും ഒട്ടും മോശമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലഭിച്ചിട്ടും ഇരുവരും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതിൽ കുറവ് വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം.